മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കേണ്ട ജീവികളെയല്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ചുറ്റിനുമുള്ള ജീവികളെ മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒട്ടകത്തെ തന്നെ എടുക്കാം. ഒട്ടകങ്ങൾ പൊതുവെ ജീവിച്ചു വരുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റുകളിൽ ഒന്നിലാണ്. ഇത്തരം രൂക്ഷമായിട്ടുള്ള എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി ഒട്ടകത്തിന്റെ മുതുകത്ത് നമുക്ക് വലിയൊരു മുഴ കാണാൻ കഴിയും. ഇത് വെറുതെ അലങ്കാരത്തിന് വേണ്ടി വെച്ചേക്കുന്ന ഒരു സംഭവമല്ല, മറിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി റിസർവ് ആണ്. ഭക്ഷണവും വെള്ളവും തീരെ കിട്ടാത്ത ഒരു അവസ്ഥയുടെ എപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നാളത്തേക്ക് ഇവർക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും ഇവരുടെ ശരീരത്തിൽ തന്നെയുണ്ട്. എന്നാൽ അതിനേലും വലിയൊരു കഥയാണ് മരം കൊത്തികൾക്കുള്ളത്. ഒരു മരം കൊത്തി മരത്തിൽ കുത്തുന്ന സമയത്ത് 1200 G ഫോഴ്സസ് ആണ് അതിന്റെ തലച്ചോറിലേക്ക് എത്തുന്നത്. ഒരു കമ്പാരിസന് പറയുകയാണെങ്കിൽ ഒരു ഫൈറ്റർ പൈലറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം G ഫോഴ്സ് എന്ന് പറയുന്നത് വെറും 9 Gs മാത്രമാണ്. ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഹൈ സ്പീഡ് കാർ ക്രാഷിൽ ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെറും 100 Gs മാത്രമാണ്. എന്നാൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മരം കൊത്തി ഓരോ തവണ മരത്തെ കൊത്തുമ്പോഴും അതിന്റെ ബ്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് 1200 G ഫോഴ്സസ് ആണ്. ഇതിനെ തരണം ചെയ്യാൻ വേണ്ടി മരം കൊത്തികളുടെ തലയോട്ടിക്കുള്ളിൽ ഒരു തരത്തിലുള്ള ഷോക്ക് അബ്സോർബിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതുള്ളത് കൊണ്ട് തന്നെ ഇത്ര അധികം ഫോഴ്സിൽ നിന്ന് മരം കൊത്തിയുടെ ബ്രെയിൻ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. അതോടൊപ്പം ചില ഇനം തവളകൾക്ക് മാസങ്ങളോളം ഐസിനുള്ളിൽ ഫ്രീസ് ആയിട്ട് ഇരിക്കാൻ കഴിയും. എന്നിട്ട് ആ ഐസ് മെൽറ്റ് ആവുന്ന സമയത്ത് അവർ തിരികെ പഴയ രൂപത്തിൽ എത്തുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മുടെ കേസ് എടുക്കുന്നത്. മനുഷ്യർക്ക് നേരെ ചൊവ്വ വെയിലത്തിറങ്ങി നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നേരെ മറിച്ച് മറ്റുള്ള മൃഗങ്ങൾക്കെല്ലാം എത്ര നേരം വേണമെങ്കിലും വെയിലത്ത് നിൽക്കാൻ പറ്റും. അവർക്ക് യാതൊരു കുഴപ്പവും പറ്റില്ല. ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ച് വീണതിന് ശേഷം വർഷങ്ങളോളമുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് സർവൈവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ മറ്റുള്ള ജീവജാലങ്ങൾ ജനിച്ച ഉടനെ തന്നെ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്. മനുഷ്യരുടെ ഏറ്റവും അടുത്തെടുക്കുന്ന ഒരു റിലേറ്റീവ് ആണ് ചിമ്പാൻസി എന്ന് പറയുന്നത്. ചിമ്പാൻസി ബേസിക്കലി 4 കാലുകൾ കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിന്റെ വെയിറ്റ് 4 കാലുകളിലായിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 2 കാലിൽ നടക്കുന്ന ഒരു ജീവജാലമാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാരം ഈ 2 കാലുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫലമായി ഈ ഭൂമിയിൽ കണ്ടുവരുന്ന 80% മനുഷ്യർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നടുവേദന. ലോവർ ബാക്ക് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു മനുഷ്യനെ പോലും ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. നേരെ മറിച്ച് ചിമ്പാൻസിയുടെ ബോഡി വെയിറ്റ് 4 കാലുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ആയതും അതിന്റെ ബോഡി സ്റ്റാൻസ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ നടുക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കിട്ടുന്നില്ല. അതായത് നടുവേദന എന്താന്നുള്ള ഒരു കാര്യം ചിമ്പാൻസി ചിലപ്പോൾ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. ഇതിനെല്ലാം പുറമെ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമാണ് അലർജി. അലർജി എന്ന് പറയുന്ന ഒരു സംഗതി സംഭവിക്കാനുള്ളതിന്റെ പ്രധാന കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെയധികം സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ചുമ്മാ സിമ്പിൾ ആയിട്ട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ, പക്ഷെ അത് അവരെടുത്ത് ഓവറായിട്ട് ചിന്തിച്ച് ആകെ അലമ്പാക്കി വെക്കുന്ന കുറെ ആൾക്കാരുണ്ടാവില്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യരുടെ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായെന്ന് വിചാരിക്കാം, നമ്മുടെ ജീവന് തന്നെ ആപത്താണെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ പ്രതിരോധിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഇത്തരത്തിലുള്ള റെസ്പോൺസ് അലർജി ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമ്മളിലുള്ള പ്രശ്നങ്ങളാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഭൂമിയിൽ കണ്ടുവരുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ ചെയ്തു വരേണ്ട ഒരുപാടധികം ജോലികളുണ്ട്. തേനീച്ചകൾ നെക്ടർ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു പൂവിന്റെ സഹായം തേടി പോകുന്നു. എന്നാൽ ഈ പൂവിന്റെ ചെടിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ തേനീച്ചകളുടെ സഹായം ആവശ്യമാണ്. ആ സഹായത്തിന്റെ പേരാണ് പോളിനേഷൻ. ഇതിനെയാണ് ശരിക്കും എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജോലികളുണ്ട്. അവിടെയാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ കുഴപ്പം കിടക്കുന്നത്. ഈ ഭൂമി എന്ന എക്കോസിസ്റ്റത്തിൽ നമ്മുടെ റോൾ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. മറിച്ച് നമ്മളിപ്പോ ചെയ്തു വരുന്നത് ഭൂമി എന്നുള്ള ഒരു എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുകയാണ്. മനുഷ്യരെന്ന് പറയുന്ന സ്പീഷീസ് ഭൂമിയിൽ വന്നതുകൊണ്ട് തന്നെ ഒരുപാടധികം ആനിമൽസ് എക്സ്റ്റിങ്ക്ട് ആയിട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരങ്ങൾ മുറിക്കപ്പെടുന്നു, ഭൂമിയുടെ ടെമ്പറേച്ചർ കൂട്ടാൻ സഹായിക്കുന്ന ഒരുപാടധികം ഗ്യാസസ് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ പല പല കലാപരിപാടികൾ നമ്മളിവിടെ ചെയ്തു വെക്കുന്നുണ്ട്. അതായത് ഈ ഭൂമിയുടെ നിയമം അറിയാത്ത ഏതൊരു സ്പീഷീസിനെ പെട്ടെന്ന് ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോ ഇവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമി അല്ലാണ്ട് വേറൊരു ഗ്രഹം നമുക്കില്ല എന്നുള്ളൊരു കാര്യം പോലും മൈൻഡ് ആക്കാനാണ് നമ്മൾ പല രീതിയിലുള്ള കലാപരിപാടികൾ ഇവിടെ നടത്തി വരുന്നത്.
മനുഷ്യരെന്ന ഈ ഒരു സ്പീഷീസ് ഭൂമിയിൽ ജീവിച്ച് വരേണ്ട ഒരു സ്പീഷീസ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയ ആദ്യത്തെ ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരുടെ ശരീരത്തിൽ കിടക്കുന്ന DNA എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഡബിൾ ഹീലിംഗ് സ്ട്രക്ചർ ഇല്ലേ, അത് ഡിസ്കവർ ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാടധികം കോൺട്രിബ്യൂഷൻസ് ഇദ്ദേഹം നമ്മുടെ ലോകത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. മനുഷ്യര് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു സംഭവമല്ല. അതും ഇത് റാൻഡം ആയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നല്ല. ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ഹൈപ്പോസിസ് ആണ്. ഡയറക്റ്റഡ് പാൻസ്പെർമിയ എന്ന് പറയുന്ന ആ ഒരു ഐഡിയ, ആ ഒരു ചിന്താഗതി കൊണ്ടുവന്നത് ശരിക്കും ഇദ്ദേഹമാണ്. സംഭവം വേറൊന്നുമല്ല, ഭൂമി എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹത്തിൽ ശരിക്കും ജീവജാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവജാലങ്ങളാണ് നമ്മളെല്ലാവരും. അതാണ് ഇദ്ദേഹത്തിന്റെ ഐഡിയ. അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും അന്യഗ്രഹ ജീവികളാണ്. അല്ലെങ്കിൽ ഏതോ ഒരു ഗ്രഹത്തിൽ വളരെയധികം ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ജീവിച്ചു വന്നു വിചാരിക്കുക. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ ആ ഗ്രഹത്തിൽ ജീവജാലങ്ങളെ നിലനിർത്താനുള്ള സാഹചര്യം എല്ലാം ഇല്ലാണ്ടായതോടുകൂടി തന്നെ അവിടെയുള്ള ജീവജാലങ്ങളെല്ലാം എന്തെങ്കിലും ഒരു സ്പേസ് ഷിപ്പിലൊക്കെ കയറി പുറത്തേക്ക് ഇങ്ങനെ വന്നു വിചാരിക്കുക. അങ്ങനെ ഈ ഗാലക്സി മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുന്ന വഴി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ ഒരു ഗ്രഹമായിരിക്കാം ഭൂമി എന്ന് പറയുന്നത്. അങ്ങനെ നിർജീവമായിട്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് ജീവൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരിക്കാം. ഡോക്ടർ എല്ലിസ് സിൽവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം 2013 ഈ ഒരു ഐഡിയനെ കുറച്ചും കൂടി വിപുലീകരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വളരെയധികം വ്യത്യാസമായിട്ട് കിടക്കുന്ന 53 ഫീച്ചേഴ്സ് എടുത്തു. എന്നാൽ ഈ 53 ഫീച്ചേഴ്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ കമ്പലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചറാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു ഗ്രൂപ്പ് മനുഷ്യരെടുത്ത് ഒരു റൂമിൽ കൊണ്ടുപോയി നിർത്തുന്നു. ഈ മുറിയിൽ സൂര്യപ്രകാശം എന്നുള്ള ഒരു സംഭവമേ അവർക്ക് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ ഇവർക്ക് ആർക്കും സമയം നോക്കാനും പറ്റില്ല. അങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ ഒരുപാടധികം മനുഷ്യർ ഈ റൂമിൽ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് സാധാരണ 24 മണിക്കൂറുകളായിരുന്നെങ്കിൽ ഇപ്പോ അത് 25 മണിക്കൂറായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 25 മണിക്കൂറായിട്ട് മാറിക്കഴിഞ്ഞു. ഇവർക്ക് സമയം ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും സൂര്യപ്രകാശം ലഭിക്കാത്തത് കൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇവരുടെ എല്ലാവരുടെയും ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ നിന്ന് 25 മണിക്കൂറായിട്ട് കൂടി. ഇദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്ന് ഇദ്ദേഹം പറയുന്ന ഒരു തിയറി ഉണ്ട്. അതായത് ഈ റൂമിൽ ജീവിച്ചു വരുന്ന മനുഷ്യരെല്ലാവരും അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 25 മണിക്കൂറാണ് എന്നുള്ളൊരു കാര്യം അത് നാച്ചുറലി ഇവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്ന മനുഷ്യർ വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതായിരിക്കാം. ആ ഒരു ഗ്രഹത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 25 മണിക്കൂറും ആയിരിക്കാം. അതായത് ആ ഒരു ഗ്രഹത്തിന്റെ ടൈമിങ്ങുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിച്ചു വന്ന ഒരു സ്പീഷീസ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾക്ക് നാച്ചുറലി 25 മണിക്കൂറാണ് ഒരു ദിവസം എന്നുള്ളൊരു കാര്യം സെറ്റായി വന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങളൊരു ഏലിയൻ ആണെന്ന് ചിന്തിക്കാൻ വരട്ടെ. കാരണം ശാസ്ത്രത്തിനും ഒരുപാടധികം കാര്യങ്ങൾ പറയാനുണ്ട്. പാൻസ്പെർമിയ എന്ന് പറയുന്ന ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പോത്തിസിസ് ശാസ്ത്രം വളരെയധികം ഡിസഗ്രി ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശാസ്ത്രം കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് എവല്യൂഷണറി മിസ്മാച്ച് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപീകരിച്ചു വരുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ എല്ലാവരുടെയും നടുവേന. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യരും ചിമ്പാൻസിനെ പോലെ തന്നെ 4 കാലിൽ ജീവിച്ചു വന്ന ഒരു സ്പീഷീസ് ആയിരുന്നു. എന്നാൽ എവല്യൂഷൻ ടൈം സ്കെയിലിലൂടെ പറയുകയാണെങ്കിൽ വളരെയധികം പെട്ടെന്നാണ് ഈ 4 കാലിൽ നടന്നിരുന്ന മനുഷ്യർ 2 കാലിൽ നടക്കാൻ തുടങ്ങിയത്. പെട്ടെന്നെങ്കിലും ഒരു മാറ്റം സംഭവിച്ചപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം ഇപ്പോഴും ഈ ഒരു നിമിഷവും നമ്മുടെ നടു ഇവോൾവ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇനി ജസ്റ്റ് 1-2 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും നടുവിന്റെ പ്രശ്നം സോൾവ് ആയിരിക്കും. മനുഷ്യർക്കും മറ്റുള്ള മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമാണ് നമ്മൾക്ക് എല്ലാവർക്കും വിയർക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് താരതമ്യം അത് കുറവാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യർക്കും ഇതുപോലെ വളരെയധികം കട്ടിയേറിയ രോമം ശരീരം മുഴുവൻ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ഇവല്യൂഷന്റെ ഭാഗമായിട്ട് ഈ കട്ടിയുള്ള രോമങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയും അതിന് പകരം നമ്മുടെ ശരീരം തണുത്ത് നിൽക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചെടുത്ത ഒരു സംഭവമാണ് സ്വെറ്റ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം ഫലമായി മനുഷ്യർക്ക് വെയിലത്തിറങ്ങി നിൽക്കാൻ കഴിയില്ല. പക്ഷെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് വളരെയധികം കൂളായിട്ട് ആ പരിപാടിയൊക്കെ ചെയ്യാൻ കഴിയും. ഇത്തരം ചിന്തകളെല്ലാം ചിന്തിച്ചു കൂട്ടാൻ കഴിയുന്ന മനുഷ്യരുടെ തല എന്ന് പറയുന്നത് ഇത്രയും വലുതാണ്.
അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന്റെ തലയുടെ ഫിസിക്കൽ സൈസ് ഇത്ര വലുതായത് കൊണ്ട് തന്നെ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് മനുഷ്യരിലേക്ക് വരുമ്പോൾ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ശാസ്ത്രത്തിന്, പ്രത്യേകിച്ച് എവല്യൂഷണറി സയൻസിന് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. പക്ഷെ ശാസ്ത്രത്തിന് ഉത്തരം മുട്ടുന്നത് മനുഷ്യരുടെ ഗ്രോത്തിന്റെ വേഗത കാണുമ്പോഴാണ്. മുതലകളും ഷാർക്കുകളും ഈ ഭൂമിയിൽ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ജീവിച്ചു വരുന്ന സ്പീഷീസ് ആണ്. എന്നാൽ കേവലം കുറച്ച് ലക്ഷം വർഷങ്ങൾ മാത്രം ജീവിച്ചു വന്ന സ്പീഷീസ് ആണ് മനുഷ്യർ. പക്ഷെ ഈ പറയുന്ന മുതലകളും ഷാർക്കുകളും എവിടെ കിടക്കുന്നു, മനുഷ്യർ ഇപ്പൊ എവിടെ കിടക്കുന്നു? അപ്പോ എന്തുകൊണ്ടാണ് ഹ്യൂമൻ സ്പീഷീസ് മാത്രം ഇത്ര അധികം റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ മനുഷ്യർ അന്യഗ്രഹ ജീവിയാണോ എന്നുള്ളൊരു ചോദ്യത്തിന് വേറൊരു ഉത്തരവുണ്ട്. ഭൂമിയിൽ കണ്ടുവരുന്ന മനുഷ്യരുടെ ഫോസിൽ റെക്കോർഡ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ ഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാവാം എന്നുള്ളതിന്റെ ഒരുപാടധികം തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സ്പീഷീസ് ജീവിച്ചു വരുന്ന ഈ ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രം ഇത്ര അധികം ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളത്? എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും വേറിട്ട് നിൽക്കുന്നത്? അതും ഇത്ര അധികം ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം ഇവർക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റിയത്? അതാണ് ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. ഞാനിപ്പോ ഈ പറഞ്ഞതെല്ലാം, അതായത് ഹൈപ്പോത്തിസിസ് തുടങ്ങി ശാസ്ത്രീയമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തങ്ങൾ വരെ എല്ലാം ശരിക്കും 100% പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതിന്റെ എല്ലാം അർത്ഥം ഒന്നേ ഉള്ളൂ, ഞാനും നിങ്ങളൊക്കെ ആരാണ്, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ നമുക്ക് ആർക്കും ഇതുവരെ ഇല്ല. ഇനി നിങ്ങൾ പറ, നമ്മളെല്ലാവരും ഒരു അന്യഗ്രഹ ജീവികളാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയുടെ വെറും ഒരു ഡാൻസ് മാത്രമാണോ? മാക്സിമം ഒന്ന് കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.